വിനോദിനോട് സുചിയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു ഇഷിത. തനിക്ക് സുചിയെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നും അനുഗ്രഹയോട് മറ്റൊരു താല്പര്യവുമില്ലെന്നും വിനോദ് ഇഷിതയ്ക്ക് ഉറപ്പു നൽകുന്നു. ശേഷം അവരിരുവരും യാത്ര പറഞ്ഞു മടങ്ങുന്നു. ഇന്നു വിനോദുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇഷിത നേരെ എത്തിയത് വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയ ഉടനെ കൈലാസ് ഇഷിതയുടെ ഭംഗിയെക്കുറിച്ച് പുകഴ്ത്താൻ തുടങ്ങി. സാരിയിൽ നീ ഭയങ്കര സുന്ദരിയാണെന്നും ആരായാലും നോക്കിപ്പോകുമെന്നും കൈലാസ് പറഞ്ഞു. അതെല്ലാം ഒരു സഹോദരൻ പറയുന്നതായേ ഇഷിത മുഖവിലക്കെടുത്തുള്ളൂ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കൈലാസിന്റെ ചിന്ത. അവൻ ഇഷിതയെ സഹോദരിയായിട്ടല്ല കണ്ടത്. ഇഷിതയോട് തനിക്കൊരു ചായ ഇട്ട് തരാമോ എന്ന് കൈലാസ് ചോദിക്കുകയും വസ്ത്രം മാറിയിട്ട് ഇട്ട് തരാമെന്ന് ഇഷിത മറുപടി പറയുകയും ചെയ്തു. പക്ഷേ ഇഷിത സാരി മാറുന്നത് കൈലാസ് വാതിലിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ആരുടെയോ നിഴൽ പോലെ കണ്ട ഇഷിത ഉടനെ തിരിഞ്ഞു നോക്കിയതും കൈലാസ് മാറിക്കളഞ്ഞു. വസ്ത്രം മാറി ഇഷിത നേരെ ചായ ഇടാൻ അടുക്കളയിലെത്തി. അവിടെയും കൈലാസ് വിട്ടില്ല. പലതവണയായി പലതരത്തിൽ കൈലാസ് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. എന്നാൽ അതൊന്നും ഇഷിത കാര്യമാക്കി എടുത്തിരുന്നില്ല. തന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവല്ലേ എന്ന് അവൾ കരുതി. ഇപ്പോഴും കൈലാസിന്റെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് അവൾക്ക് പിടികിട്ടിയിട്ടില്ല. ആദ്യസമയം ചായ ഇട്ട് കൊടുത്ത ശേഷം തന്റെ ഫ്ളാറ്റിലെത്തി സുചിയോട് വിനോദിനെ കണ്ട് സംസാരിച്ച കാര്യം ഇഷിത പറഞ്ഞു. വിനോദിന് സുചിയെ മാത്രമാണ് ഇഷ്ടമെന്ന് പറഞ്ഞതും ഇഷിത സൂചിപ്പിച്ചു. സുചിക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അതേസമയം കൈലാസിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇഷിതയുമായി ചർച്ച ചെയ്യുകയാണ് മഹേഷ്. അത് നമുക്ക് ഒന്നിച്ച് പരിഹരിക്കാമെന്നും താൻ FD പിൻവലിക്കാമെന്നും ഇഷിത മഹേഷിന് ഉറപ്പു നൽകുന്നു. ഇഷിതയ്ക്ക് തന്റെ കുടുംബത്തോടുള്ള സ്നേഹമോർത്ത് സന്തോഷത്തോടെ അവളെ നോക്കുന്ന മഹേഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സംഭവം